ഗുഡ് ഡേ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് MLA എസ്റ്റിമേറ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എന്താണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ, എങ്ങനെ ഒരു മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റിനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ രണ്ട് പ്രോബ്ലംസ് നോക്കിയാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് കുറച്ച് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ റാൻഡം സാമ്പിളിംഗ് ഫ്രം നോർമൽ പോപ്പുലേഷൻ n mu sigma square ഫൈൻഡ് MLA ഫോർ mu when sigma square is known. രണ്ടാമത് sigma square when mu is known. അതായത് റാൻഡം സാമ്പിൾ എടുത്തേക്കുന്നത് നോർമൽ പോപ്പുലേഷൻ നിന്നാണ്, അതായത് n mu sigma square നിന്നാണ്. അങ്ങനെയാണെങ്കിൽ മ്യൂവിൻ്റെ MLA കണ്ടുപിടിക്കുക സിഗ്മ സ്ക്വയർ നോൺ ആവുന്ന കേസിൽ. രണ്ടാമത്തത് സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കുക, സിഗ്മ സ്ക്വയറിൻ്റെ MLA കണ്ടുപിടിക്കുക മ്യൂ നോൺ ആവുന്ന കേസിൽ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്കറിയാം എന്താണ് x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് എന്താണ്, റാൻഡം സാമ്പിളാണ്. സൈസ് n എടുത്തേക്കുന്നത് നോർമൽ മ്യൂ സിഗ്മ സ്ക്വയറിൽ നിന്നാണ് വന്നേക്കുന്നത്. നമ്മൾ മാക്സിമം MLA കണ്ടുപിടിക്കും, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് എന്താണ്, ലൈക്ലിഹുഡ് ഫംഗ്ഷനാണ് കണ്ടുപിടിക്കുന്നത്. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ അതായത് L എക്സ് മ്യൂ കോമ സിഗ്മ, രണ്ട് പാരാമീറ്ററുണ്ട്, മ്യൂ കോമ സിഗ്മ. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അതായത് f(x1) ഇൻറ്റു f(x2) ഇൻറ്റു എക്സെട്ര f(xn). ഇതാണ് എന്ത്, ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. നമുക്കറിയാം ഈ സാമ്പിൾ വന്നേക്കുന്നത് ഇവിടെ നിന്നാണ്, നോർമൽ പോപ്പുലേഷനിൽ നിന്നാണ്. അപ്പം നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. L എന്ന് പറയുന്നത് എന്താണ്, f(x1) എന്താണ് 1/√2π സിഗ്മ e raised to minus x1 minus mu the whole square by 2 sigma square into അടുത്തങ്ങനെ വരും 1/√2π സിഗ്മ e raised to minus x2 minus mu the whole square by 2 sigma square എക്സെട്ര ഇങ്ങനെ വരും. f(x) എന്ന് പറയുമ്പോൾ 1/√2π സിഗ്മ e raised to minus xn minus mu the whole square divided by 2 sigma square. ഓക്കെ, ഇങ്ങനെ വരും ഈസ് ഈക്വൽ ടു 1/√2π സിഗ്മ ഇൻറ്റു 1/√2π സിഗ്മ ഇൻറ്റു എക്സെട്ര 1/√2π സിഗ്മ. അതായത് n ടേംസ്, n പ്രാവശ്യം എന്ത് വരും, 1/√2π സിഗ്മ വരും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, 1/√2π സിഗ്മ ദ ഹോൾ റേസ് ടു n എന്ന് എഴുതാം. അതുപോലെ ഇതെങ്ങനെയാണ്, e raised to minus x1 minus mu the whole square by 2 sigma square into e raised to minus x2 minus mu the whole square by 2 sigma square into etc. e raised to minus xn minus mu the whole square by 2 sigma square. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, e raised to minus 1/2 sigma square ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ ഓക്കെ x1 minus mu the whole square plus x2 minus mu the whole square plus etc. plus xn minus mu the whole square. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സമ്മേഷൻ അല്ലേ, സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. നമുക്കറിയാം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ലോഗ് L കണ്ടുപിടിക്കുക. ലോഗ് L അതായത് ലോഗ് L ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതണം, ലോഗ് 1/√2π സിഗ്മ ദ ഹോൾ റേസ് ടു n ഇൻറ്റു e raised to minus 1/2 sigma square summation xi minus mu the ഹോൾ സ്ക്വയർ നമുക്കങ്ങനെ എഴുതാം. നമുക്ക്
ലോഗിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്താണ് ലോഗ് എ ബൈ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും ലോഗ് എ മൈനസ് ലോഗ് ബി ആയിരിക്കും. അതുപോലെ തന്നെ ലോഗ് എ ഇൻറ്റു ബി എന്തായിരിക്കും? ലോഗ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ലോഗ് എ പ്ലസ് ലോഗ് ബി ആയിരിക്കും. അതുപോലെ വേറെന്താണ് ലോഗ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ ലോഗ് ഇ റേസ് ടു ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി ആയിരിക്കും. പിന്നെ ലോഗ് എ റേസ് ടു ബി എന്ന് പറയുന്നത് ബി ലോഗ് എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഗ് കൊടുത്തപ്പം ഇങ്ങോട്ട് എഴുതണം ഈസിക്കൽ ലോഗ് 1/√2 പൈ സിഗ്മ റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് സമ്മേഷൻ 1/2 സിഗ്മ സ്ക്വയർ എക്സ് ഐ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ. അപ്പം ലോഗ് എ ഇൻറ്റു ലോഗ് ബി ആ രീതിയിൽ. അപ്പം ലോഗ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താണ്? ലോഗ് എ പ്ലസ് ലോഗ് ബി, അതായത് ലോഗ് 1/√2 പൈ സിഗ്മ ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും? പ്ലസ് ലോഗ് ഈ ടേം, അതായത് ഇ റേസ് ടു മൈനസ് സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ എന്താണ്? 2 സിഗ്മ സ്ക്വയർ. ഓക്കെ, ഈസിക്കൽ ടു ലോഗ് 1/√2 പൈ സിഗ്മ റേസ് ടു, അതായത് ഈ ഒരു ഫോം ലോഗ് എ റേസ് ടു ബി അല്ലേ? ലോഗ് എ റേസ് ടു ബി എന്ന ഫോമിൽ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ റേസ് ടു ബി ബി ലോഗ് എ, അതായത് എൻ ലോഗ് 1/√2 പൈ സിഗ്മ വരും. പിന്നെ അടുത്ത എന്താണ്? ലോഗ് ഇ റേസ് ടു മൈനസ് സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ, അതായത് ഇത് ലോഗ് ഇ റേസ് ടു ബി എന്ന രീതിയിൽ ബി എന്ന് പകരം മൈനസ് സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ ആണ്. അപ്പം എന്ത് കിട്ടും? ബി ആണ്. ലോഗ് ഇ റേസ് ടു ബി ബി, അതായത് ഇവിടെ എന്ത് വരും? മൈനസ് സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതായത് എൻ ലോഗ് 1/√2 പൈ സിഗ്മ, അതായത് ലോഗ് 1/√2 പൈ സിഗ്മ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഈസിക്കൽ ടു എൻ അതുപോലെ എഴുതുന്നു. ലോഗ് 1/√2 പൈ സിഗ്മ, ലോഗ് 1/√2 അതായത് ലോഗ് എ ബൈ ബി ഫോമിൽ. അപ്പോൾ നമുക്ക് എഴുതാം ലോഗ് എ മൈനസ് ലോഗ് ബി. നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എക്ക് ഇവിടെ എന്താണ്? 1 ആണ്. ലോഗ് 1 മൈനസ് ലോഗ് എഴുതാണ് √2 പൈ ഇൻറ്റു സിഗ്മ എന്ന രീതിയിൽ എഴുതാണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. മൈനസ് സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ എന്ന് എഴുതുന്നു. ഈസിക്കൽ ടു എൻ ഇൻറ്റു ലോഗ് 1. ലോഗ് 1 എന്താണ്? 0 ആണ്. ലോഗ് 1 എന്താണ്? 0 ആണ്. 0 മൈനസ് എൻ ഇൻറ്റു ലോഗ് √2 പൈ ഇൻറ്റു സിഗ്മയാണ്. നമുക്ക് ലോഗ് √2 പൈ സിഗ്മ, അതായത് ലോഗ് എ ഇൻറ്റു ബി എന്ന് ഫോമിലാക്കാം. അതായത് ലോഗ് എ ഇൻറ്റു ബി എന്താണ്? ലോഗ് എ പ്ലസ് ലോഗ് ബി. അപ്പോൾ ലോഗ് √2 പൈ ഇൻറ്റു സിഗ്മ എങ്ങനെ എഴുതാം? മൈനസ് എൻ ലോഗ് √2 പൈ ഇൻറ്റു എന്ന് വരുമ്പോൾ പ്ലസ് ഇവിടെ മൈനസ് വരും, മൈനസ് ഓഫ് എന്നല്ലേ. അപ്പം ഈ മൈനസ് ലോഗ് √2 പൈ സിഗ്മ, അപ്പം മൈനസ് എൻ ലോഗ് സിഗ്മ എന്ന് എഴുതാം. അതായത് ഇവിടുത്തെ ലോഗ് 1 ഈ ലോഗ് 1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ലോഗ് 1 0 ആണ്. ഓക്കെ, അപ്പം ലോഗ് 1 0 ആകുമ്പോൾ എൻ ഇൻറ്റു മൈനസ് ലോഗ് √2 പൈ, അതായത് മൈനസ് എൻ ലോഗ് √2 പൈ ഇൻറ്റു എൻ ഇൻറ്റു മൈനസ് ലോഗ് സിഗ്മ. ഓക്കെ, അപ്പം അത് മൈനസ് എൻ ലോഗ് സിഗ്മയായിട്ട് മാറും. ഓക്കെ, എൻ ഇൻറ്റു
മൈനസ് n ഇൻറ്റു ലോഗ് റൂട്ട് 2 പൈ സിഗ്മയാണ്. ഇതിനെ ലോഗ് എ പ്ലസ് ബി എന്നാക്കാം. അപ്പം ഈ രീതി നമുക്ക് എഴുതാൻ പറ്റും. മൈനസ് അടുത്തെന്ത് വരും? സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ വരും. അപ്പം ഫൈനലായിട്ട് എന്ത് വരും? ഫൈനലായിട്ട് ഈസ് ഈക്വൽ ടു മൈനസ് n ലോഗ് റൂട്ട് 2 പൈ മൈനസ് n ലോഗ് സിഗ്മ മൈനസ് സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ എന്ന് വരും. ഇപ്പോൾ നമുക്ക് ലോഗ് എൽ കിട്ടി. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മ്യൂവിൻ്റെ എം എൽ എ ആണ് നമുക്ക് കണ്ടുപിടിക്കുക. നമുക്കറിയാം മ്യൂവിൻ്റെ എം എൽ എ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലോഗ് എല്ലിനെ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ആരെ? വിത്ത് റെസ്പെക്റ്റ് ടു മ്യൂ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അതായത് ഡോ ലോഗൽ ബൈ ഡോ മ്യൂവിനെ ഡിഫറൻഷ്യേറ്റ് അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇംപ്ലൈസ് ഇവിടെ എന്തില്ല? മ്യൂവിൻ്റെ ടേം ഇല്ല. ഇവിടെ എന്തില്ല? മ്യൂവിൻ്റെ ടേം. അപ്പം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 ആയിട്ട് പോകും. ഇനി ബാക്കിയുള്ളത് മൈനസ് സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. ഇനി ഈ ടേം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു -2 ഇവിടെ മൈനസ് ഉണ്ട്. അപ്പം -2 ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ബൈ 2 സിഗ്മ സ്ക്വയർ ഇതാണ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഈ 2ഉം 2ഉം ഒക്കെ ക്യാൻസലാവും. 2ഉം ഇവിടെ സോറി ഇത് 0 അല്ല. നമുക്കിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം നിങ്ങൾക്കൊന്നും കൂടെ പറയാം. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. ഇവിടെ മ്യൂവും ക്യാൻസലാവും. മ്യൂവിൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ട് രണ്ടും 0 ആയിട്ട് മാറും. ഈ ടേം അതായത് മൈനസ് സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -2 ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ എക്സ് ഐ -2 ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ എന്ന് വരും. ഈ മ്യൂവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു -1 കൂടെ വരും. ഡിവൈഡ് ബൈ 2 സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 കൊടുക്കാം. ഈ 2ഉം 2ഉം ഒക്കെ ക്യാൻസൽ ആവും. മൈനസും പ്ലസ് ആവും. ബാക്കി വരുന്നത് സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ അല്ല സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. സിഗ്മ സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? ഇംപ്ലൈസ് 0 ആയിട്ട് മാറും. സിഗ്മ സ്ക്വയർ ഇവിടെ കൊണ്ടുവന്നാൽ 0 ആയിട്ട് മാറും. അപ്പോൾ സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ഈസ് ഈക്വൽ ടു 0. നമ്മളതിന് സമ്മേഷൻ ചെയ്യുന്ന അകത്ത് കൊടുക്കും. സമ്മേഷൻ എക്സ് ഐ സമ്മേഷൻ കൊടുക്കും. സമ്മേഷൻ എക്സ് ഐ മൈനസ് സമ്മേഷൻ മ്യൂ കൊടുക്കും. സമ്മേഷൻ പറഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു 1 to n വരെയാണ്. അപ്പം എന്തൊരു എൻ മ്യൂ എന്ന് വരും. എൻ മ്യൂ ഈസ് ഈക്വൽ ടു 0. അപ്പം എന്ത് വരും? മ്യൂവിൻ്റെ ടേംസിലാക്കുമ്പം എൻ മ്യൂ ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഐ എന്ന് വരും. മ്യൂ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? സമ്മേഷൻ എക്സ് ഐ ബൈ എൻ എന്ന് വരും. അതായത് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് ബാർ എന്ന് വരും. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മ്യൂവിൻ്റെ എം എൽ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ബാർ ആണ്. ഇവിടെ സിഗ്മ നോൺ ആണ് തന്നത്. സിഗ്മ നോൺ ആയാലും സിഗ്മ അൺനോൺ ആയാലും ഇതേ രീതിയിൽ തന്നെയാണ്. എം എൽ ഇ എന്ത് തന്നെ ആയിരിക്കും? എക്സ് ബാർ തന്നെ ആയിരിക്കും. സിഗ്മ സ്ക്വയർ നോൺ ആയാലും അൺനോൺ ആയാലും മ്യൂ എന്ന് പറയുന്നത് മ്യൂവിൻ്റെ എം എൽ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ബാർ ആയിരിക്കും. ഇനി സിഗ്മ സ്ക്വയർ നോൺ കേസിൽ അല്ലെങ്കിൽ അൺനോൺ കേസിലും ചോദിച്ചാലും ഈ രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്.
ഇനി രണ്ടാമത്തെ കേസ് പറഞ്ഞത് എന്തായിരുന്നു? ഫൈൻഡ് ദ MLE അല്ലേ, ഫൈൻഡ് ദ MLE ഓഫ് എന്ത് സിഗ്മ സ്ക്വയർ. രണ്ടാമത്തെ കേസാണ് ഫൈൻഡ് ദ MLE ഓഫ് സിഗ്മ സ്ക്വയർ വെൻ മ്യൂ ഈസ് നോൺ. മ്യൂ നോൺ ആവുന്ന കേസിൽ സിഗ്മ സ്ക്വയറിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? MLE കണ്ടുപിടിക്കുക. നമുക്കറിയാം നമ്മൾ ലോഗ് എൽ വരെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ലോഗ് എൽ വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് -n√2π - n log സിഗ്മ. ഇതാണ് എന്ത്? ലോഗ് എൽ. സിഗ്മ സ്ക്വയറിൻ്റെ MLE ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു സിഗ്മയോ ചെയ്യാം, സിഗ്മ സ്ക്വയറോ ചെയ്യാം. അപ്പം കുറച്ചും കൂടെ എളുപ്പം എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എന്ത് ചെയ്യണം എളുപ്പം. ഓക്കെ, അപ്പം നമുക്ക് കിട്ടി മ്യൂവിൻ്റെ MLE എന്തെന്ന് കിട്ടി? എക്സ് ബാർന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സിഗ്മ സ്ക്വയറിൻ്റെ MLE ആണ്. സെയിം പ്രൊസീജിയറിന് എന്താണ്? ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇതാണ് എന്ത്? ലോഗ് എൽ. ലോഗ് എൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി ചെയ്യേണ്ടത് എന്താണ്? സിഗ്മ സ്ക്വയറിൻ്റെ MLE ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡോ ലോഗ് എൽ ബൈ ഡോ സിഗ്മ സ്ക്വയറും ചെയ്യാം, ഡോ സിഗ്മ വെച്ചും ചെയ്യാം. കുറച്ചും കൂടി എളുപ്പം എന്ന് പറയുന്നത് എന്താണ്? ഡോ സിഗ്മ സ്ക്വയർ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എന്ത് എളുപ്പം. അപ്പം ഡോ ലോഗൽ ബൈ ഡോ സിഗ്മ സ്ക്വയർ എന്തുക ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇംപ്ലൈസ് ഇവിടെ എന്തില്ല? സിഗ്മയുടെ ടേം ഇല്ല. ഇനി അടുത്തത് എന്താണ്? ഇവിടെ സിഗ്മയുടെ ടേം ഉണ്ട്. ഇവിടെ സിഗ്മയുടെ ടേം എന്ന് പറയുമ്പോൾ ഇവിടെ ഡോ ലോഗൽ ബൈ ഡോ സിഗ്മ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡോ ലോഗ് ബൈ ഡോ സിഗ്മ വെച്ചിട്ടാണ്. ലോഗൽ ബൈ ഡോ സിഗ്മ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയേ, അവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്നിട്ട് -n log സിഗ്മ എന്നിട്ട് -n ബൈ സിഗ്മ. ലോഗ് സിഗ്മയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 1/σ. നമുക്ക് ലോഗ് എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/x. അപ്പോൾ ലോഗ് സിഗ്മയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/σ -n/σ. ഇനി അടുത്തത് മൈനസ് സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയറിനെ എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്നിരുന്നു. സിഗ്മ സ്ക്വയർ നമുക്കറിയാം 1/x സ്ക്വയറിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 1/σ സ്ക്വയറിന് എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/σ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/σ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്നിട്ട് അതായത് സിഗ്മ റേസ് ടു -2നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -2 ഇൻറ്റു സിഗ്മ റേസ് ടു -2 -1 അല്ലേ. അതായത് ഇസ് ഈക്വൽ ടു -2 ഇൻറ്റു സിഗ്മ റേസ് ടു -2 -1 -3 എന്ന് വരും. അതായത് -2/σ³ എന്ന് വരും. അപ്പം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -2/σ². അപ്പം ഇപ്പോൾ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -2, അത് മൈനസ് ഇവിടെ പ്ലസ് പ്ലസ് 2/σ³ എന്ന് വരും. അപ്പം ഈസ് ഈക്വൽ ടു 0. ഡിഫറൻഷ്യേറ്റ് ഡൗട്ട് ഇല്ലല്ലോ. സാധാരണ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു സിഗ്മയാണ്. നമ്മുടെ സിഗ്മയാണ് കുറച്ചും കൂടെ എളുപ്പം. അതുകൊണ്ട് തന്നെ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇപ്പോഴത്തെ 2ഉം ക്യാൻസലാവും. അപ്പോൾ നമുക്ക് എന്ത് വരും? ഈ -n/σ അങ്ങോട്ട് കൊണ്ടുപോകുമ്പം സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 σ³ ഈസ് ഈക്വൽ ടു n/σ. ഇവിടുത്തെ ഈ σ³ഉം ക്യാൻസലാകുമ്പം ഇവിടെ എന്ത് വരും? 2 സിഗ്മ, ഈ σ³ഉം സിഗ്മയും ക്യാൻസലാകുമ്പോൾ ഇവിടെ σ² വരും. ഓക്കെ, അപ്പം ഇവിടെ സിഗ്മയും σ³ഉം ക്യാൻസൽ, ഇവിടെ σ² വരും. അപ്പം ഇവിടെ σ² എന്ന് വരും. ഇവിടുത്തെ സിഗ്മ എന്തും ക്യാൻസലാകും. ഓക്കെ, ബാക്കി എന്ത് വരും? നമുക്ക് σ² ടേംസിലോട്ട് ആക്കണം. നമുക്ക് എന്ത് വരും? സോറി, ഇവിടെ 2ഉം ക്യാൻസലാവേ.
ഇവിടുത്തെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പം ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാൻ ഇവിടെ അറിയാതെ 2 എഴുതിപ്പോയി. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും സിഗ്മ ടേംസിലോട്ട് ആക്കുക. അതായത് എന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, സിഗ്മ സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം നമുക്ക് എന്ത് കിട്ടും? സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. അപ്പം ഇതാണ് എന്ത്? സിഗ്മ സ്ക്വയറിൻ്റെ സിഗ്മ സ്ക്വയർ എന്താണ്? സിഗ്മ സ്ക്വയർ അങ്ങോട്ട് വന്ന് എന്നിനെ ഇങ്ങോട്ട് കൊണ്ടുമ്പോൾ സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n എന്ന് കിട്ടും. ഓക്കെ, സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n എന്ന് കിട്ടും. അപ്പം സിഗ്മ സ്ക്വയർ എന്ന് കിട്ടി, സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ, അപ്പോൾ ഇതാണ് സിഗ്മ സ്ക്വയറിൻ്റെ എന്ത്? MLE എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് സിഗ്മ സ്ക്വയർ MLE കണ്ടുപിടിച്ചു. അപ്പം വെൻ മ്യൂ ഈസ് നോൺ, മ്യൂ നോൺ ആവുന്ന കേസിൽ സിഗ്മ സ്ക്വയറിൻ്റെ MLE. അടുത്ത് ചോദിക്കാം സിഗ്മ സ്ക്വയറിൻ്റെ MLE കണ്ടുപിടിക്കുക വെൻ മ്യൂ ഈസ് അൺനോൺ, മ്യൂ അൺനോൺ ആവുന്ന കേസിൽ സിഗ്മ സ്ക്വയറിൻ്റെ MLE എന്താണ്? അപ്പം ഇതേ സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? സമ്മേഷൻ xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n എന്നാണ് കിട്ടിയത്. അപ്പം മ്യൂ അൺനോൺ ആവുന്ന കേസിൽ ഈ മ്യൂവിനെ മാറ്റി മ്യൂവിൻ്റെ MLE നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. മ്യൂവിൻ്റെ MLE കണ്ടുപിടിച്ച് എന്ത് കിട്ടിയായിരുന്നു? മ്യൂവിൻ്റെ MLE എന്ത് കിട്ടിയായിരുന്നു? x⁻ എന്ന് കിട്ടിയായിരുന്നു. അപ്പം മ്യൂ അൺനോൺ ആവുന്ന കേസിൽ സിഗ്മ സ്ക്വയറിൻ്റെ MLE എന്ന് പറയുന്നത് സമ്മേഷൻ xi മൈനസ് മ്യൂവിൻ്റെ പകരം എന്ത് ആക്കുക? x⁻ ആക്കുക, ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n. അപ്പം ഇതാണ് ഈ രീതിയിൽ ചെയ്യേണ്ടത്. ഓക്കെ, സിഗ്മ സ്ക്വയർ MLE കണ്ടുപിടിക്കുക മ്യൂ അൺനോൺ എന്ന കേസിൽ ഇവിടെ മ്യൂവിനെ മാറ്റി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് മ്യൂവിൻ്റെ MLE x⁻ ആണ്, അത് ഇവിടെ ഇട്ട് കൊടുക്കുക. അതായത് സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ xi മൈനസ് x⁻ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ. അപ്പം ഈ രീതിയിലാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ MLE കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ എന്താണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, പിന്നെ അതുപോലെ ലോഗ് കണ്ടുപിടിക്കുക, ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ലോഗ് കണ്ടുപിടിക്കുക. മ്യൂവിൻ്റെ MLE ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ലോഗൽ ബൈ ഡോ മ്യൂ ചെയ്തിട്ട് ഈസിക്കൽ ടു 0 ഇക്വേറ്റ് ചെയ്യുക. അത് സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് മ്യൂവിൻ്റെ വാല്യൂ എന്ത് കിട്ടി? x⁻ കിട്ടി. സിഗ്മ നോൺ ആയാലും അൺനോൺ ആയാലും മ്യൂവിൻ്റെ MLE ഈ രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചത് സിഗ്മ സ്ക്വയറിൻ്റെ എന്താണ് MLE കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ലോഗലിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോ ലോഗൽ ബൈ ഡോ സിഗ്മ സ്ക്വയറും ചെയ്യാം. കുറച്ചും കൂടെ എളുപ്പം എന്നുള്ളത് സിഗ്മ വെച്ച് ചെയ്യുന്നതാണ്. അപ്പം ഡോ ലോഗൽ ബൈ ഡോ സിഗ്മ ചെയ്യുക, അത് 0 ആയിട്ട് എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ സ്ക്വയർ എന്നത് സമ്മേഷൻ xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ n എന്ന് കിട്ടി. ഇവിടെ മ്യൂ നോൺ ആവുന്ന കേസിൽ, മ്യൂ അൺനോൺ ആവുന്ന കേസിൽ എന്താണ് ഇവിടുത്തെ മ്യൂവിനെ എന്ത് കൊടുക്കുക? മ്യൂവിൻ്റെ MLE ആയ x⁻ ഇട്ട് കൊടുക്കുക. അത് സമ്മേഷൻ xi മൈനസ് x⁻ ഹോൾ സ്ക്വയർ ബൈ n. അത് ഇപ്പോഴാണ് മ്യൂ അൺനോൺ ആവുന്ന കേസിൽ സെയിം പ്രൊസീജിയർ തന്നെ മ്യൂ എന്താ x⁻ ആക്കി ലാസ്റ്റിൽ മാറ്റിയാൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ.